ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ഭാഗവതം നമ്മൾ വായിക്കാനെടുക്കുമ്പോൾ, ശ്രീ മഹാഭാഗവതം ദശമസ്കന്ധം വായിക്കാനെടുക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ഭാഗമാണ് ശ്രീകൃഷ്ണ ലീലകൾ. അത് ഭഗവാന് താല്പര്യമുള്ളത് കൊണ്ടാണ് ശ്രീകൃഷ്ണ ലീലകൾ എപ്പോഴും എടുത്ത് വായിക്കുവാനും ഭഗവാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ തിരയിളക്കം നടത്തും. അപ്പോൾ അതെടുത്ത് വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ബാലലീലകൾ. ഭഗവാൻ കൂട്ടുകാരോടൊത്ത് ഇങ്ങനെ നടന്ന് വൃന്ദാവനത്തിൽ കാട്ടിക്കൂട്ടുന്ന ലീലകളാണ് ഏറ്റവും മനസ്സിനെ വല്ലാതെ ആകർഷിക്കുകയും സന്തോഷിപ്പിക്കുകയും ഭക്തിയുടെ ഒരു ലഹരിയിൽ എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇന്ന് വായിച്ചത് വത്സസ്തേയമായിരുന്നു. അപ്പോൾ വത്സസ്തേയം എന്ന് വെച്ചാൽ ഭഗവാൻ ഗോക്കളും ഗോപാലകന്മാരുമായി 10,000 പശുക്കളും ആ പശുവൃന്ദങ്ങളും ചെറിയ കിടാക്കളും വലിയ പശുക്കളും ഗോപാലകുമാരന്മാരും അവരെല്ലാവരും ആഹാരവും ഒക്കെയായി ഉറികളിൽ സൂക്ഷിച്ചിരുന്ന ആഹാരം തോളിൽ ഇങ്ങനെ കമ്പിൽ കെട്ടി അതും ഒക്കെയായിട്ട് ഇങ്ങനെ ദൂരെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പശുവിനെ മേയ്ക്കാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ പുല്ലുകളൊക്കെ വളരെ വിശാലമായിട്ട് കിടക്കുന്ന പുൽത്തകിടി പ്രദേശങ്ങളിൽ പശുക്കൾ മേയുന്നു. കുട്ടികളുടെ കയ്യിൽ ഓടക്കുഴലുകളുണ്ട്. ആ കാലഘട്ടത്തിൽ ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടികളിൽ എല്ലാവരുടെയും കൈകളിൽ ഓടക്കുഴൽ ഉണ്ടായിരുന്നു. കുട്ടികളുടെ തലയിൽ മയിൽപ്പീലി ചൂടാറുണ്ടായിരുന്നു. കൊമ്പും കുഴലും കളിക്കാനുള്ള വാദ്യ ഉപകരണങ്ങളും കളിക്കാനുള്ള കളിക്കോപ്പുകളും ഒക്കെ ആയിട്ടാണ് ഈ കുട്ടികൾ പോകുന്നത്. രാവിലെ പോയാൽ ഇവർ ഉച്ചയ്ക്ക് ആ വനത്തിൽ തന്നെ കുട്ടികൾ പശുക്കളെ മേയാൻ വിട്ടിട്ട് നദീതീരത്ത് അവ മേയുന്ന അവസരത്തിൽ ആഹാരം ഓരോ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന ആഹാരങ്ങളെല്ലാം അഴിച്ചു വെച്ച് എല്ലാവരുമായിട്ട് അതെല്ലാം കൂടിക്കലർന്ന് പല കറികളും കൂട്ടി തൈരും മോരും ഒക്കെ ഒഴിച്ച് ഇങ്ങനെ കുഴച്ച് എല്ലാവരോടും ഇരുന്ന് കഴിക്കുന്നു. ഭഗവാൻ ഇങ്ങനെ താമരപ്പൂവിൻ്റെ മധ്യത്തിൽ ആ വിളങ്ങുന്ന ആ മഞ്ഞ കളറിലെ ആ താമര മധ്യത്തിൽ ഇരിക്കുന്ന ആ സാധനം പോലെ ഭഗവാൻ ഇങ്ങനെ നടുക്കിരിക്കുന്നു ചോറുമായിട്ട്. മറ്റ് ഭഗവാന്റെ ചുറ്റിനും താമര ഇതളുകൾ പോലെ ഭഗവാനെ കാണുന്ന വിധത്തിൽ അനേകം ആയിരക്കണക്കിന് കുട്ടികളും ഗോപാലന്മാരും ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാവരും ഭഗവാൻ അഭിമുഖമായിട്ടിരുന്ന് ഭഗവാനൊത്ത മധ്യത്തിലിരുന്ന് ആഹാരം കഴിക്കുന്നു. അങ്ങനെയാണ് അവരുടെ പതിവ്. അപ്പോൾ അന്നും പശുക്കളെ പുല്ല് മേയുവാനൊക്കെ വിട്ട് കഴിഞ്ഞപ്പോൾ വിശപ്പായ സമയത്ത് കുട്ടികൾ നമുക്ക് ആഹാരം കഴിക്കാം എന്ന് പറഞ്ഞ് കണ്ണനോട് പറയുന്നു. കണ്ണൻ എല്ലാവരും കൊണ്ടുവരുന്ന ആഹാരങ്ങളെല്ലാം അഴിച്ച് ഇലകളൊക്കെ വനത്തിൽ നിന്നും ഇലകൾ പോരാത്തതൊക്കെ പറിച്ചു കൊണ്ടുവന്ന് അതിലേക്ക് എല്ലാവരുടെ ആഹാരം എല്ലാവർക്കും വിളമ്പുന്നു. ആ വിളമ്പി എല്ലാവരും പലതരത്തിലുള്ള കറികളും പല കൂട്ടാനുകളും ഒക്കെ ചേർത്ത് കുഴച്ച് എല്ലാവരും കഴിക്കാൻ ആരംഭിക്കുന്നു. അപ്പോൾ ആ രംഗം ഒന്ന് മനസ്സിലൊന്ന് കണ്ടേ. നമ്മുടെ കണ്ണൻ അവരോടൊപ്പം ഇങ്ങനെ ആ കുട്ടികൾക്കെല്ലാം കണ്ണിനും മനസ്സിനും ആനന്ദം, ആഹാരം കഴിക്കുമ്പോൾ വയറിന് ആനന്ദം. ഇതാ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ആഹാരം അമൃത തുല്യമാവുകയാണ് ഭഗവാനെ കണ്ട് കഴിക്കുമ്പോൾ. ഭഗവാൻ അവർക്ക് വിളമ്പി കൊടുക്കുമ്പോൾ അവരോടൊത്ത് ആനന്ദത്തോടെ അവരുടെ കറികളിലും ചോറുകളിലും ഒക്കെ കൈയിട്ട് വാരി ഭഗവാൻ കഴിക്കുന്നു. ഭഗവാന്റെ ബാക്കി ഉച്ഛിഷ്ടം കഴിക്കുവാൻ കാത്തിരിക്കുന്ന കുട്ടികൾ എല്ലാവരും നമ്മുടെ ഭഗവാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഭഗവാനോടൊപ്പം ആ ആനന്ദലീലകളിൽ ഏർപ്പെടുവാനും ഭഗവാന്റെ കടാക്ഷം ഏൽക്കുവാനും സൗഹൃദം അനുഭവിക്കുവാനും സ്നേഹസ്പർശം ലഭിക്കുവാനും ഒക്കെ കഴിഞ്ഞ ആ കുട്ടികളെന്ന് പറയുന്നവരാരായിരുന്നു സത്യത്തിൽ? എത്രയോ ജന്മജന്മാന്തരങ്ങളുടെ തപസ്സനുഷ്ഠിച്ച പുണ്യ ആത്മാക്കളാകാം അവർ. അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം ശരീരരൂപത്തിൽ ഭഗവാൻ അവതരിച്ചപ്പോൾ ആ സാമീപ്യവും സ്നേഹവും കരുതലും എല്ലാം ആനന്ദമൊക്കെ അനുഭവിച്ച് ആത്മനിർവൃതിയിൽ ലയിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയ ആ കുട്ടികളുടെ അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാവർക്കും അത് അനുഭവവേദ്യമായിരുന്നു. കണ്ണൻ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ഏതൊരു വ്യക്തി കണ്ണൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാലും പിന്നെ ആ ഒരു മോഹന രൂപത്തിലേക്ക്, ആ ഒരു ആനന്ദ സ്മൃതിയിലേക്ക് അങ്ങ് വീഴുകയാണ് ചെയ്യുന്നത്. കാരണം പ്രപഞ്ച സൃഷ്ടാവായ ആ ബ്രഹ്മചൈതന്യം ഒരു മനുഷ്യ രൂപത്തിൽ, ഒരു കുട്ടിയുടെ രൂപത്തിൽ അവിടെ ഇങ്ങനെ ആറാടുകയാണ് എല്ലാ കുട്ടികളോടും ഒപ്പം. അങ്ങനെ
ജീവിക്കുന്ന ആ ഭഗവാൻ. അപ്പോൾ ആ ഭഗവാന്റെ ഇടയിലേക്ക് ഈ കുട്ടികൾ ഓരോരുത്തരും, ഓരോ കുട്ടിയും ഒരു കുട്ടിയുടെ ശരീരമെടുത്ത് വന്നവരാണെന്നേ ഉള്ളൂ. അവരെല്ലാം ജന്മാന്തര പുണ്യങ്ങൾ നേടിയ തപസ്സനുഷ്ഠിച്ച ആചാര്യന്മാർ, യോഗീശ്വരന്മാരായിരുന്നു. ആ വൃന്ദാവനത്തിൽ ജനിച്ച, ഭഗവാനോടൊപ്പം ജനിച്ച് ജീവിച്ച ഗോപീജനങ്ങളും ഗോപന്മാരും പശുക്കുട്ടികളും മൃഗങ്ങളും കുരങ്ങന്മാരും പക്ഷിമൃഗാദികളും അവിടുത്തെ ഓരോ പുൽക്കൊടി പോലും പൂർവ്വജന്മ സുകൃതത്തിൻ്റെ ഫലമായിട്ട് വന്ന് അവിടെ അണഞ്ഞവരാണ്. അപ്പോൾ ആ ഭഗവാൻ ഒരുരുള ചോറ്, കൂട്ടുകാരോടൊപ്പം ഇരുന്ന് ഒരുരുള ചോറ് പുരട്ടി, തൈരും ചോറും കൂട്ടാനുകളും ഒക്കെ പുരട്ടി കണ്ണനിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട്, വലത് കയ്യിൽ ഇങ്ങനെ ചോറ് വെച്ചുകൊണ്ട് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് കൂട്ടുകാർ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുകയാണ് പശുക്കൾ മേയുന്നത്. അപ്പോൾ അവരുടെ നോട്ടത്തിനപ്പുറത്തായി പശുക്കൾ. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, കണ്ണാ നമ്മുടെ പൈക്കളെയൊന്നും കാണുന്നില്ലല്ലോ, നമ്മൾ നോക്കിയിരുന്നപ്പോൾ തന്നെ ഇവിടെ ഉള്ളതായിരുന്നു, ഇവിടെ എല്ലാം നിന്ന് മേയുകയായിരുന്നു, ഇപ്പം കാണുന്നില്ലല്ലോ കണ്ണാ എന്ന് പറഞ്ഞപ്പോൾ കണ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനെന്താ, അവർക്ക് വിശന്നപ്പോൾ അവർ കൂടുതൽ ആഹാരമുള്ള സ്ഥലത്തേക്ക്, പുല്ലുള്ള സ്ഥലത്തേക്ക് പോയതായിരിക്കും. നിങ്ങളെല്ലാവരും ഇരുന്ന് കഴിച്ചോളൂ, നിങ്ങളിരുന്ന് കഴിക്കും, ഞാൻ ഇപ്പം ഞാൻ നോക്കിയിട്ട് ഓടി വരാം എന്ന് പറഞ്ഞ് കണ്ണൻ ആ കയ്യിലിരുന്ന ആ ഉരുളുള്ള ചോറുമായിട്ട് പശുവിനെ നോക്കാൻ നമ്മുടെ കണ്ണൻ ഓടിപ്പോവുകയാണ്. മഞ്ഞ പട്ടക്ക ഉടുത്ത്, മയിൽപ്പീലി കിരീടത്തിലൊക്കെ തിരികി, നെറ്റിയിലൊക്കെ അളകങ്ങളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നു, വിയർപ്പോട് കൂടിയ മുഖം. ഓടക്കുടിലൊക്കെ കണ്ണൻ ചോറുണ്ണാൻ നേരം എടുത്ത് അരയിലേക്ക് തിരികെ വെച്ചു. എന്നിട്ട് പശുക്കളെ മേയിക്കാനുള്ള ഒരു ചൂരൽക്കോലുണ്ട്, അതെടുത്ത് കക്ഷത്തിലും വെച്ച്, എന്നിട്ടാണ് ചോറൊക്കെ ഉണ്ണാനിരുന്നത് ആ കൊച്ചു കയ്യിൽ. അപ്പോൾ കാലിൽ കാൽത്തളകളുണ്ട്, ഇങ്ങനെ ചിലേ കിലുങ്ങുന്നത്, അതൊക്കെ എടുത്ത് ഗോപിക്കുറിയൊക്കെ ഇങ്ങനെ വിയർപ്പ് കൊണ്ടൊക്കെ ഇങ്ങനെ പൊടിഞ്ഞിരിക്കുന്നു. നല്ല മകരകുണ്ടലങ്ങളൊക്കെ കാതിലണിഞ്ഞ ആ കുണ്ടലങ്ങളുടെ ശോഭ കൊണ്ട് തന്നെ കവിൾത്തടം ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നു. നീണ്ടിടംപെട്ട മനോഹരമായ പീലികൾ നിറഞ്ഞ കണ്ണ്, ആ നാസ ദ്വാരങ്ങൾ, എത്രയോ നീണ്ട മൂക്ക്, മനോഹരമായ ചുണ്ട്, അതിനുള്ളിൽ മുല്ലമൊട്ടുകൾ പോലെയുള്ള സുന്ദരമായ കൊച്ചു പല്ലുകൾ, സുന്ദരമായ രൂപം, നെറ്റിയിലേക്ക് അളകങ്ങൾ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന ആ സുന്ദരമായ മുഖം. ആര് കണ്ടാലാണ് ആ മുഖം എടുത്തൊന്ന് ഓമനിക്കാൻ തോന്നാത്തത്? അപ്പോൾ അത് കാണാൻ തന്നെ, ഭഗവാന്റെ ആ രൂപം കാണാൻ തന്നെ എത്രയോ അഴകാണ്. അപ്പോൾ അത് ഭഗവാനോടൊപ്പം ജീവിച്ചവരുടെ ആ അനുഭൂതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് കിട്ടിയ ആ ഭക്തിയുടെ ആ പരമകാഷ്ഠയിൽ കിട്ടിയ അനുഗ്രഹം ഒന്ന് ചിന്തിക്കൂ. ആ ഒരുള്ള ചോറും കൊണ്ട് നമ്മുടെ കണ്ണൻ അവിടെയൊക്കെ ഇങ്ങനെ നടന്നു നോക്കുകയാണ്. കയ്യിലെ ചോറ് ഇരിപ്പുണ്ട്. ഇങ്ങനെ നോക്കി നോക്കി അവിടെ എല്ലാം നടന്ന് നോക്കുമ്പോൾ പശുക്കളെ കാണുന്നില്ല. അപ്പോൾ ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മറുവശത്തേക്കൊക്കെ കണ്ണൻ നടന്നു പോവുകയാണ്. ഭാഗവതത്തിൽ പറയുന്നത് എന്താണ്? എഴുത്തച്ഛൻ ഭക്തിയോടുകൂടി പറയുകയാണ്, ജന്മാന്തരങ്ങളായി യുഗങ്ങളായി തപസ്സനുഷ്ഠിച്ചാൽ പോലും കാണാൻ കഴിയാത്ത ആ പാദപത്മങ്ങൾ, ഭഗവാന്റെ പാദങ്ങൾ അന്വേഷിച്ചാൽ, എത്ര യുഗങ്ങളിരുന്ന് തപസ്സനുഷ്ഠിച്ചാൽ പോലും ആ പത്മപാദങ്ങളൊന്ന് കാണുവാൻ മഹർഷിമാർ ആഗ്രഹിക്കുന്നു. ശ്രേഷ്ഠന്മാർ, ആത്മജ്ഞാനികൾ ആഗ്രഹിക്കുന്ന ആ പത്മപാദങ്ങൾ കല്ലിലും പാറയിലും ഒക്കെ ചവിട്ടി, കട്ടിയുള്ള വള്ളികളിലും ഒക്കെ കുരുങ്ങി, ഇങ്ങനെ മണ്ണും കല്ലും പാറയും പർവ്വതത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ചവിട്ടി കയറുകയല്ലേ ആ കുഞ്ഞി കാലി കൊണ്ട്. അങ്ങനെ കയറി പോവുകയാണ്. ആ പാദങ്ങൾ എവിടെ അന്വേഷിച്ചാലും കിട്ടാത്തതാണ്. ബ്രഹ്മാണ്ടത്തിൽ എല്ലായിടവും ഏത് വേദങ്ങൾ അറിഞ്ഞാലും, വേദാംഗങ്ങൾ, ഉപനിഷത്തുകൾ എല്ലാം, ബ്രഹ്മസൂത്രങ്ങൾ, സ്മൃതികൾ, ശ്രുതികൾ, ഇതെല്ലാം അന്വേഷിച്ച് പഠിച്ച് മനസ്സിലാക്കിയാലും അവിടെ എങ്ങും കാണാൻ കഴിയുകയില്ല. അവിടെ നിന്ന് എങ്ങും കിട്ടുകയില്ല. എത്ര അറിവ് സമ്പാദിച്ചാലും കിട്ടാത്തതാണ് ആ ഭഗവത് പാദങ്ങൾ. പിന്നെയോ ആ പാദങ്ങൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്തി വേണം. ജ്ഞാനം മാത്രം പോരാ. എത്ര ജ്ഞാനം നേടിയാലും ഭക്തി ഇല്ലെങ്കിൽ ഭഗവാന്റെ പാദപത്മങ്ങൾ നമുക്ക് കിട്ടുകയില്ല. അങ്ങനെ ആ പത്മപാദങ്ങളായി ഭഗവാൻ അതുകൊണ്ട് സഞ്ചരിച്ച് അങ്ങനെ ആ ഗോവർദ്ധനഗിരിയിൽ എല്ലാം അന്വേഷിച്ച് നോക്കിയപ്പോൾ ഭഗവാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇത് കാണുന്നില്ലല്ലോ, ഇത്രയും ഗോപാലന്മാരെയും പശുവൃന്ദങ്ങളെയും എവിടെയും കാണുന്നില്ലല്ലോ, എന്തായിരിക്കും സംഭവിച്ചത് എന്ന് ഭഗവാൻ
ഉള്ളിലേക്കൊന്ന് ചിന്തിച്ചു. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സംശയം വരുമ്പോൾ നാം എപ്പോഴും എങ്ങനെയാണ് ചിന്തിക്കുന്നത്? നമ്മുടെ ഉള്ളിലേക്ക് തന്നെയാണ് നാം ആലോചനയെ കടത്തിവിടുന്നത്. ഉള്ളിലിരിക്കുന്ന ഞാനാണ് അതിനുള്ള ഉത്തരം നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ ഭഗവാൻ, നമ്മുടെ ഉള്ളിലുള്ള ഭഗവാന്റെ ഒരു ആത്മ അംശം മാത്രമാണ് നമ്മളിലിരിക്കുന്ന ഓരോരുത്തരിലും ഇരിക്കുന്ന ഞാൻ. എന്നാലോ ഈ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ഞാൻ എന്ന് പറയുന്ന ആ ആത്മശക്തി ഒരുമിച്ചിരിക്കുന്നതാണ് ഭഗവാന്റെ ഉള്ളിൽ. ആ ഭഗവാൻ തൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ എല്ലാം കാണാകുന്നു. ബ്രഹ്മദേവൻ്റെ കളികളാണിതെല്ലാം. ഗോപാലന്മാരെയും പശുക്കളെയും പശുക്കുട്ടികളെയും എല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ്. ബ്രഹ്മലോകത്തേക്ക് നിമിഷം കൊണ്ട് മറച്ചു വെച്ചിരിക്കുകയാണ് ബ്രഹ്മദേവനെന്നും മനസ്സിലായി. ബ്രഹ്മദേവൻ എന്തിനാണ് ഭഗവാനോട് ഈ കളി ചെയ്തത്? ബ്രഹ്മദേവനും ദേവന്മാരും സകല യക്ഷകിന്നര ഗന്ധർവാദികൾ അന്തരീക്ഷചാരികൾ എല്ലാവരും കണ്ട് സന്തോഷിക്കുകയായിരുന്നു. കണ്ണൻ ഗോക്കളുമായി കൂട്ടുകാരുമൊക്കെയായിട്ട് മേഞ്ഞു നടക്കുന്നതും അവരോടൊത്ത് കൊമ്പും കുഴലും ഒക്കെ വിളിച്ച് കളിക്കുകയും ചിരിക്കുകയും ആടുകയും പാടുകയും തിമിർക്കുകയും എല്ലാം ചെയ്യുന്ന കണ്ണൻ്റെ ഭഗവാന്റെ ആ ലീലാവിലാസങ്ങൾ എല്ലാവരും കണ്ട് സന്തോഷിക്കുകയായിരുന്നു. കാരണം എത്രയോ യുഗങ്ങൾ കഴിയുമ്പോഴാണ് ഭഗവാൻ ഒരു പുതിയൊരു അവതാരമെടുക്കുന്നത്. ആ അവതാരമെടുക്കുമ്പോൾ ഏറ്റവും പൂർണ്ണ അവതാരമായി ഏറ്റവും ശ്രേഷ്ഠമായ ശ്രീകൃഷ്ണ അവതാരത്തിലാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും എല്ലാ രസങ്ങളുടെയും ഉറവിടമായ ആ കൃഷ്ണരൂപം അതിങ്ങനെ ഓടി നടക്കുന്നു. എല്ലാവരെയും സന്തോഷിപ്പിച്ച് ആനന്ദിപ്പിച്ച് സകലർക്കും ഉന്മാദം പകർന്ന് നടക്കുന്ന ആ കാഴ്ച ദേവന്മാർ അവരുടെ കണ്ണുകൊണ്ട് അവോളം നുകർന്ന് മനസ്സുകൊണ്ട് ആനന്ദ ലഹരിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബ്രഹ്മാവിന് തോന്നുകയാണ് എല്ലാവരെയും, ഈ മനുഷ്യക്കുട്ടികളെയും പശുക്കളെയൊക്കെ ആട്ടിത്തെളിച്ച് ഇങ്ങനെ കളിച്ച് രസിച്ച് തിമിർത്ത് ആകെ ഇങ്ങനെ കുസൃതിയിൽ ആണ്ട് നടക്കുന്ന ഈ പരബ്രഹ്മ തേജസ്സായ പരമാത്മാവായ ഈ ശ്രീകൃഷ്ണൻ മായയിൽ പെട്ട് കാണുമായിരിക്കും. ഇല്ലെങ്കിൽ ഇത്രയും മനുഷ്യരുടെ ഇടയിൽ, ഇത്രയും കുട്ടികളുടെ ഇടയിൽ, ഇത്രയും പശുക്കളുടെ ഇടയിൽ തൻ്റെ ജോലികളെല്ലാം ചെയ്ത് ഇങ്ങനെ തിമിർത്ത് നടക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ മായയിൽ പെടില്ലേ? മായാലോകത്ത് നടക്കുന്ന കാഴ്ചകളല്ലേ ഈ കാണുന്നത്. അപ്പോൾ ഭഗവാൻ ഈ ഭൂമിയിലെത്തിയപ്പോൾ മായയിൽ പെട്ട് കാണും. ഭൂമിയിലെത്തുന്ന ഏതൊരു ജീവിയും ഭൂമിയുടെ മായാവലയത്തിൽ പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മുൻപ് ആരാണെന്നോ ഇനിയും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നോ എവിടെ നിന്നാണ് വന്നതെന്നോ നമ്മുടെ ഇവിടെ വന്നതിനുള്ള ഡ്യൂട്ടി എന്താണ്, നമ്മുടെ ദൗത്യമെന്നോ ഒന്നും നമുക്ക് അറിയാൻ വയ്യാതായിപ്പോയത്. നമ്മളൊരു മാജിക്കിൻ്റെ ലോകത്തായിപ്പോയി. അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ, അയ്യോ ഞാൻ ഈ മായ ലോകത്തായിരുന്നല്ലോ, വന്ന കാര്യം എന്തായിരുന്നു എന്ന് ഞാനങ്ങ് മറന്നല്ലോ, ഇത്രയും നേരം ഇതിലങ്ങ് ഭ്രമിച്ചു പോയി, ഇനി എന്താണെന്ന് ചെയ്യാം എന്ന് ആ ബോധം കിട്ടുമ്പോഴത്തേക്ക് ശരീരത്തിൽ നിന്ന് നമ്മുടെ ഞാൻ എന്ന ആ ബോധം, ആത്മാവ് ഇവിടുന്ന് വിട്ടുപോയിരിക്കും. അതാണ് ഭൂമിയിലെ മായയുടെ ആ ഒരു പ്രത്യേകത. അപ്പോൾ ആത്മജ്ഞാനത്തിലേക്ക് വരുമ്പോൾ ഈ മായ പ്രകൃതി ക്രമേണ നമ്മൾ വിട്ട് ഞാനും മായയും രണ്ടാണ് എന്നുള്ളൊരു ബോധത്തിലേക്ക് വരും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ക്രമേണ വരുകയുള്ളൂ. അങ്ങനെ ചെറുതായി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇവിടെ നടക്കുന്നതൊക്കെ ഒരു മാജിക്കാണെന്നും ഞാൻ ഇത് കണ്ടു നിൽക്കുന്ന ഒരു പ്രേക്ഷകൻ മാത്രമാണ് എന്നും മനസ്സിലാകും. ഞാൻ അതിനകത്തിൽ പെട്ട് അതിൻ്റെ റോളിലെങ്ങും ഞാൻ പെടുന്നില്ല. ഞാനിവിടെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഓഡിയൻ മാത്രമാണ്. മായ ഇവിടെ കിടന്ന് കളിക്കട്ടെ. ഈ കളിക്കുന്നതൊക്കെ ഇപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മളത് കണ്ട് ചിലപ്പം വൈകാരികമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയാതെ കരയും, ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും, ചിലപ്പോൾ നമുക്ക് ഘോരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ മനസ്സിലുണ്ടാകും, വൈകാരികമായ തലങ്ങൾ ഉയരും. പക്ഷേ നമ്മൾ ആ ക്യാരക്ടറാണെന്നും പറഞ്ഞ് നമ്മൾ ഇങ്ങനെ അതിൽ തന്നെ ലയിച്ചിരിക്കുന്നത് അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് നമുക്ക് വിടുതലുണ്ടാവും. എപ്പോഴാണ് വിടുതലുണ്ടാകുന്നത്? സിനിമ തീരുമ്പം. അപ്പോഴാണ് ആശ്വാസം വരുന്നത്. അയ്യോ ഞാനിവിടെ സീറ്റിലിരുന്ന് സിനിമ കാണുമായിരുന്നല്ലോ, ഇതെല്ലാം തീർന്ന് ഇനി നമുക്ക് വീട്ടിൽ പോകണം എന്ന് തോന്നുന്നത്. പക്ഷേ അതാണ് ഈ മായ എന്ന് പറയുന്ന ഈ സംഭവം. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന് ഇവിടെ കാണുന്ന എല്ലാറ്റിലും ഞാൻ ഇതാണ്, ഞാൻ അതാണ്, ഞാൻ ഇന്നാരാണ് എന്നൊക്കെയുള്ള ആ ബന്ധനങ്ങളിലേക്കും സ്ഥാനങ്ങളിലേക്കും മാനങ്ങളിലേക്കും അപമാനങ്ങളിലേക്കും എല്ലാം നമ്മൾ അങ്ങ് ചെന്ന് വീഴുകയാണ്. പക്ഷെ നമ്മളിതൊക്കെ കാണാൻ വന്ന് നിൽക്കുന്ന ഒരു ഓഡിയനാണെന്നുള്ള ബോധം അങ്ങ് മറന്നുപോയി. നമ്മളുടെ ഡ്യൂട്ടി ഇതൊന്നും അല്ലായിരുന്നു, ഈ സിനിമ കാണലല്ലായിരുന്നു, വേറൊരു ജോലിക്ക് വന്നതാണ്. പക്ഷേ ഇവിടുത്തെ മായാജാലം കണ്ട് ഇതിലേക്ക് അങ്ങ് വീണുപോയി എന്ന് നമുക്ക് തിരികെ പോകാൻ നേരമാണ് മനസ്സിലാകുന്നത്. പക്ഷേ ആത്മജ്ഞാനത്തിലൂടെ സ്വരൂപം മനസ്സിലാക്കി
അതിനെ അനുസന്ധാനം ചെയ്യുന്നവർക്ക് മനസ്സിലാകും, ഞാൻ ഇതൊക്കെ കാണാൻ വേണ്ടി വന്നവനല്ല, എനിക്ക് വേറെ ഡ്യൂട്ടി ഉണ്ട് ഇവിടെ എന്ത് നടന്നാലും ഇതൊന്നും എന്നെ ബാധിക്കുകയില്ല. ഞാൻ ഈ വെള്ളച്ചാട്ടത്തിലൂടെ സഞ്ചരിക്കുന്നുവെങ്കിലും അതിൽ വീണു പോകാതെ വല്ല വിധേനയും ഇതിലെ മറുകര എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അത് ക്രമേണ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ബ്രഹ്മദേവൻ വിചാരിക്കുകയാണ്, ഈ മായയിൽ പെട്ടു കഴിഞ്ഞ കണ്ണൻ പെട്ടുപോയിരിക്കുകയായിരിക്കും. ശ്രീകൃഷ്ണ പരമാത്മാവ് ബ്രഹ്മ തേജസ് ഇവിടെ ഒരു മനുഷ്യ കുട്ടിയുടെ രൂപത്തിൽ വന്നപ്പോൾ ഭഗവാനെയും മായ ബാധിച്ച് കാണും. ഒരു സാധാരണ മനുഷ്യനായിട്ടായിരിക്കും ഈ കിടന്ന് ഓടിച്ചാടി നടന്ന് എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്നതെന്ന് ബ്രഹ്മദേവൻ വിചാരിച്ചു. അതൊന്നും അറിയണമല്ലോ, ഭഗവാനെ മായ ബാധിച്ചിട്ടുണ്ടോ, അതോ ഭഗവാൻ സാധാരണ ഒരു മനുഷ്യനായിട്ട് അങ്ങ് മാറിയോ, ഭഗവാൻ ആരാണെന്നുള്ള ആ സത്വം നഷ്ടപ്പെട്ടു പോയോ എന്നൊന്ന് അറിയാൻ വേണ്ടി പരീക്ഷിച്ചതാണ് ബ്രഹ്മദേവൻ. അപ്പോൾ ആ പരീക്ഷണമാണ് അവിടെ നടന്നത്. ഭഗവാൻ ഏത് രൂപത്തിൽ നടന്നാലും, മനുഷ്യരൂപത്തിൽ നടന്നാലും, ഗോപിമാരുടെ ഹൃദയം കവർന്നവനായാലും, അമ്മമാരുടെ മടിത്തട്ടിലിരിക്കുന്ന ഓമനക്കുട്ടനായാലും, കൂട്ടുകാരുടെ ഇടയിൽ തുള്ളിച്ചാടി കളിക്കുന്ന ചങ്ങാതിയായാലും കണ്ണന് വല്ല മാറ്റവുമുണ്ടോ? ഇല്ല. എല്ലാവരും കണ്ണനെ മനസ്സിൽ കരുതുകയുള്ളൂ. കണ്ണനെ ആർക്കും സ്പർശിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിർവികാരനാണ്, നിർമ്മമനാണ് എന്ന് ഭഗവാനെ കുറിച്ച് പറയുന്നത്. ഭഗവാനെ എല്ലാവരും, നമ്മൾ ഈ ഭൂമിയിലുള്ള ജനങ്ങളെല്ലാം ഭഗവാനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു, സ്നേഹിക്കുന്നു. ഭഗവാൻ എല്ലാവർക്കും സ്നേഹം തരുന്നുണ്ട്. പക്ഷെ ഭഗവാന്റെ ഹൃദയം ആരിലും ചെന്ന് പറ്റില്ല. അത് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിലുണ്ട്. എവിടെയും ചെന്ന് പറ്റാത്ത, എല്ലാറ്റിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു പ്രത്യേക ജ്യോതി സ്ഫുലിംഗമാണ് ഭഗവാൻ. അപ്പോൾ ആ ഭഗവാനെ ഭഗവാൻ ഒന്നിലേക്കും ചെന്ന് വീഴുകയില്ല. എല്ലാവരും, ഗോപീജനങ്ങളെല്ലാം ഭഗവാനിലേക്ക് വീണതാണ്. അത് കണ്ടിട്ട് ഭഗവാൻ ഭ്രമിച്ചില്ല. അനേകം സുന്ദരിമാരെല്ലാം എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ഒരു കടാക്ഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, എൻ്റെ ഒരു സ്പർശത്തിന് വേണ്ടി അവർ കൊതിക്കുന്നു, എന്നാൽ ഇവരെ എല്ലാം ഞാനങ്ങ് സ്വന്തമാക്കിയേക്കാം എന്ന് ഭഗവാൻ കരുതിയില്ല. ഭഗവാൻ അവരെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത്. അവർക്ക് സന്തോഷം കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്തല്ല. ഭഗവാൻ ഇവരെയെല്ലാം എനിക്ക് സ്വന്തമാക്കി എൻ്റെ ഹൃദയത്തിൽ വെച്ച് ഞാൻ അവർക്ക് വേണ്ടി ജീവിക്കാം എന്നൊരിക്കലും ഭഗവാൻ കരുതില്ല. അതുകൊണ്ടല്ലേ ഭഗവാൻ അവരെ ആ കിട്ടിയ സന്തോഷവും സ്നേഹവും കരുതലും ആ പ്രണയവും എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഭഗവാൻ മധുരാപുരിക്ക് അക്രൂരരോടൊപ്പം യാത്ര ചെയ്യുന്നത്. അതിൽ നിന്നെന്താണ് മനസ്സിലാക്കുന്നത്? നമ്മൾ സാധാരണ ഒരു മറ്റൊരു വ്യക്തിയുടെ സ്നേഹബന്ധം ഉണ്ടെങ്കിൽ ആ നാട്ടിൽ നിന്ന് അവർ പോകുമോ? അപ്പോൾ ഒരു ഗ്രാമത്തിലുള്ള മുഴുവൻ നിഷ്കളങ്ക പെൺകുട്ടികളും ഭഗവാന് വേണ്ടിയിട്ട് കാത്തിരിക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും ആ ഭഗവാനോട് പ്രണയത്തോടു കൂടി ഭഗവാനെ കാണുമ്പോഴും ഭഗവാൻ അതൊന്നും ഒരു വിഷയമല്ല. കാരണം അതൊന്നും ഭഗവാന്റെ മനസ്സിൽ സ്പർശിച്ചിട്ടില്ല. അവർക്ക് എന്താണോ അവരൊക്കെ തന്നിൽ നിന്ന് ആഗ്രഹിച്ചത് അതെല്ലാം അവർക്ക് സാധിച്ചു കൊടുക്കുന്നു. അല്ലാതെ ഭഗവാൻ അതിലെങ്ങും പെട്ടിട്ടില്ല എന്ന ആ ഒരു ഇൻസിഡന്റ് കൊണ്ട് തന്നെ നമുക്കറിയരുതോ? അതുപോലെ തന്നെ രുക്മിണി ദേവിയും സത്യഭാമ ദേവിയും എല്ലാവരും ഭഗവാന്റെ കൂടെയുള്ള, ഭഗവാനെ ആഗ്രഹിച്ച 8 കന്യകമാരാണ് അവരെല്ലാവരും ആഗ്രഹിച്ചു ഭഗവാന്റെ ഭാര്യമായിട്ട്. അഷ്ടലക്ഷ്മിമാരാണ് 8 പേരുടെ രൂപത്തിൽ വന്ന് ഭഗവാന്റെ ജീവിതത്തിൽ ആ ലക്ഷ്മി സമേതനായ ഭഗവാനായിട്ടിരുന്നത്. അവരൊക്കെ ഭഗവാനെ ആഗ്രഹിച്ചതാണ്. ഭഗവാൻ ആരോടും ഒരു പ്രണയം തോന്നിയിട്ട് അവരെ ചെന്ന് ബലമായിട്ട് പിടിച്ചോണ്ട് വന്നതല്ല. ഭഗവാന്റെ വീര്യ ശൂര്യ സൗന്ദര്യ ആ ഗുണഗണങ്ങൾ, പൗരുഷം ഒക്കെ കണ്ടിട്ട് അവർക്ക് ഭഗവാനോട് തോന്നിയ പ്രണയത്തിൻ്റെ ഫലമായിട്ടാണ് അവരെല്ലാം ഭഗവാന്റെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നത്. അതെല്ലാം ലക്ഷ്മി ദേവി ഈ 8 രൂപത്തിൽ അഷ്ടലക്ഷ്മിമാരായിട്ടിരിക്കുമ്പോഴും അത് ഭഗവാന്റെ അടുക്ക തന്നെ അല്ലേ വരാൻ സാധ്യതയുള്ളൂ ഭൂമിയിൽ അവതരിച്ചാൽ. അതുകൊണ്ടാണ് ഭഗവാൻ 8 ഭാര്യമാരെന്ന് പറയുന്നത്. അഷ്ടലക്ഷ്മിമാരാണ് അവർ. ഇവിടെ ബ്രഹ്മദേവന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ. ബ്രഹ്മദേവൻ കരുതുന്നു മായാജാലത്തിൽപ്പെട്ട്, ഭൂമിയുടെ മായയിൽപ്പെട്ട് ഭഗവാന്റെ ശക്തിയെല്ലാം ചോർന്ന് കാണും, ഒരു സാധാരണ കുട്ടിയായിട്ടായിരിക്കും ഭഗവാൻ നടക്കുന്നതെന്ന്. അതൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ബ്രഹ്മദേവൻ ഈ പശുക്കളെയും ഗോപന്മാരെയും എല്ലാം മറയ്ക്കുന്നത്. പക്ഷേ നമ്മുടെ ഭഗവാൻ മായയിൽ പെടുമോ? ഭഗവാൻ ഓരോ കുട്ടിയെയും, ഓരോ പശുക്കുട്ടിയെയും, ഓരോ മനുഷ്യക്കുട്ടിയെയും എങ്ങനെയാണ് മുടി കൂടുതലുള്ള കുട്ടിക്ക് മുടി കൂടുതലായിട്ട് ചെയ്തു, നീളമുള്ള കുട്ടി അങ്ങനെ,
നീളം കുറഞ്ഞ കുട്ടിക്ക് അങ്ങനെ, മൂക്ക് നീണ്ടവനെ ആ രൂപത്തിൽ ഭഗവാൻ സൃഷ്ടിച്ചു, മൂക്ക് പറ്റിയിരിക്കുന്നവനെ ആ രൂപത്തിൽ സൃഷ്ടിച്ചു, വണ്ണം കൂടിയവനെ ആ രൂപത്തിൽ സൃഷ്ടിച്ചു, വണ്ണം കുറഞ്ഞവനെ ആ രൂപത്തിൽ സൃഷ്ടിച്ചു, കാല് മെലിഞ്ഞവനും ശരീരം കോലുപോലെ ഇരിക്കുന്നവനെ ആ രൂപത്തിൽ സൃഷ്ടിച്ചു, ഉരുണ്ട് തടിച്ചവനെ ആ രൂപത്തിൽ സൃഷ്ടിച്ചു, കറുത്ത നിറമുള്ളവനെ ആ രൂപത്തിൽ സൃഷ്ടിച്ചു, വെളുത്ത നിറമുള്ളവനെ ആ രൂപത്തിൽ സൃഷ്ടിച്ചു, അതുപോലെ തന്നെ വൃത്തിയുള്ളവനെ ആ രൂപത്തിൽ സൃഷ്ടിച്ചു, വൃത്തിയില്ലാത്തവനെ ചെളി നിറഞ്ഞ രൂപത്തിൽ നടന്നവനെ ആ രൂപത്തിൽ ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ ഗുണങ്ങളും ഭഗവാൻ കൊടുത്തു. സത്വരജസ് തമോ ഗുണങ്ങളാണ് ഈ ബാലന്മാർക്കുണ്ടായിരുന്നത്. അതേ ഗുണങ്ങൾ കൊടുത്താണ് വൈകുന്നേരം തിരിച്ച് അവനവന്റെ ഗൃഹങ്ങളിലേക്ക് പശുക്കളും ഗോപന്മാരുമായിട്ട് ഭഗവാൻ പോയത്. ഭഗവാൻ ആലോചിക്കുകയാണ്, ഇന്നിവിടെ ഇവരെ കാണാതെ പോയാൽ ആയർ കുലത്തിൽ ഞാൻ തിരികെ ചെല്ലുമ്പോൾ ഈ ആയന്മാർ എല്ലാവർക്കും ആ കുട്ടികൾ എന്തിയേ അല്ലെ പശുക്കൾ എന്തിയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? അതുകൊണ്ട് ഞാൻ തന്നെ സൃഷ്ടിവേല ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ സൃഷ്ടിവേല ചെയ്ത് നമ്മുടെ ഭഗവാൻ ബ്രഹ്മദേവനെ തോൽപ്പിക്കുന്നതാണ് വത്സസ്തേയം. അപ്പോൾ എല്ലാവർക്കും